ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നെൻ്റെ ഹെയർ കെയർ ഡേ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഹെയറിൽ ഞാൻ എന്തൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കൂടെ കാണിച്ചു തന്നാലോ. അപ്പോൾ വീട്ടിലോട്ട് പോകാമേ. ആദ്യം തന്നെ അലോവേറയാണ് കേട്ടോ എടുത്തേക്കുന്നത്, കറ്റാർവാഴ. അതിൻ്റെ സ്കിന്ന് കളഞ്ഞിട്ട് നല്ലപോലെ അതിൻ്റെ ജെല്ലെടുക്കണം. ഇതിൻ്റെ ജെല്ലെടുക്കുന്ന സമയത്ത് സൂക്ഷിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരിത്തിരി പോലും വെള്ളം നമ്മുടെ ഈ ജെല്ലെടുക്കുന്ന ബൗളിലോ നമ്മുടെ കയ്യിലോ ഒന്നും പാടില്ല. നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് വേണം ഈ ജെല്ലെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പതുക്കെ അതിൻ്റെ ജെല്ലൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വേണ്ട എന്താണെന്ന് വെച്ചാൽ കറി ലീവ്സ് ആണേ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിൽ വെള്ളം ഒട്ടും തന്നെ കാണാൻ പാടില്ല എന്നേ. അപ്പം ഞങ്ങളിവിടെ കറി ലീവ്സ് ഓൾറെഡി കഴുകിയാണ് വെച്ചേക്കുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം കഴുകി ഡ്രൈ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. അങ്ങനെ എല്ലാം നോക്കണം കേട്ടോ. നമ്മൾ എടുക്കുന്ന മിക്സിയുടെ ഇതായാലും എല്ലാം നല്ലപോലെ വെറ്റായിരിക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്യുക. നല്ല അത്യാവശ്യം നല്ലപോലെ ബ്ലെൻഡ് ചെയ്യണം. ഞാൻ കുറച്ച് ജസ്റ്റ് എൻ്റെ ധൃതിക്ക് വേണ്ടിയിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്തത് കുറച്ച് ഇതായി എങ്കിലും നല്ലപോലെ ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. ഇത് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് ഇനിയാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം ഇരിക്കുന്നത്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ സ്കാൽപ്പിലാണ്. ചിലവർ ഞാൻ കാണുന്നുണ്ട് ചില വീഡിയോസൊക്കെ എല്ലാവരും അങ്ങ് ഹെയറിൽ മാത്രം ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് പോവുക. ഇല്ല, ഇത് നമ്മൾ നല്ലപോലെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. കാരണം ഈ പാക്ക് എന്ന് പറയുമ്പോൾ കൂടുതലും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ നല്ലപോലെ ബോണ്ടാക്കുക, അതുപോലെ കുറച്ച് ഹെയർ ഫോൾ കുറച്ച് ഗ്രോത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് സ്കാൽപ്പിൽ തന്നെ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യുക. അതുപോലെ ഇങ്ങനെ നല്ലപോലെ മസാജ് കൊടുക്കണം കേട്ടോ. റൗണ്ട് മസാജ് നല്ലപോലെ നമ്മുടെ ഹെയറിൽ ഒരു 10 to 15 minutes കൊടുക്കുക. നല്ലപോലെ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾക്കറിയാമായിരിക്കും ആ ഒരു രീതിയിൽ ചെയ്യുക. ഒരു 10 to 15 minutes നല്ലപോലെ മസാജ് കൊടുത്തതിന് ശേഷം ഒരു 10 minutes ഇത് വെച്ചിരിക്കണം. ഈ 10 minutes ഇത് വെക്കുന്ന സമയത്ത് ഒട്ടും നമ്മൾ സ്വെറ്റ് ആവരുത് കേട്ടോ. ഈ ഹെയർ വെറ്റാവാനേ പാടില്ല. അപ്പോൾ മാക്സിമം ഫാനൊക്കെ ഉള്ളിടത്ത് തന്നെ ഇരിക്കാം. അതിനുശേഷം പോയി നമുക്ക് കുളിക്കാമേ. അങ്ങനെ ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്. ഇത് കാണുമ്പോൾ വലിയ ബെനിഫിറ്റ്സ് ഒന്നും ഇല്ലല്ലോ, വലിയ റിസൾട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് ഒരു 2-3 weeks കഴിയുമ്പോൾ ഹെയർ ഫോൾ ഉള്ളവർക്കായാലും നല്ലപോലെ മനസ്സിലാവും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ പറയണേ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.